നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ വി.ഡി. സതീശൻ ഗുരുവായൂരപ്പനെ തൊഴുത് ദർശന സായുജ്യം നേടി. ആഘോഷങ്ങളോ കടുത്ത സുരക്ഷാ വലയങ്ങളോ ഇല്ലാതെ തികച്ചും സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങിനിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ ശേഷം തെക്കേ നടപ്പുരയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. താലികെട്ട് കഴിഞ്ഞെങ്കിലും വധൂവരന്മാരെ ആശീർവദിച്ചും ഫോട്ടോ എടുത്തും അവർക്കൊപ്പം 10 മിനിറ്റ് ചെലവഴിച്ചു. 6:50 ക്ഷേത്രത്തിലേക്ക് കടന്നു. കിഴക്കേ ഗോപുര കവാടത്തിലെ മെറ്റൽ ഡിറ്റക്ടറിന് മുന്നിൽ വെച്ച് ഷർട്ടൂരി കസവ് വേഷ്ടിയണിഞ്ഞു. ക്ഷേത്രത്തിൽ ശീവേലി സമയമായിരുന്നു. സോപാനത്തിനു മുന്നിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്കുപയോഗിക്കുന്ന മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാര വഴിപാട് നടത്തി. 71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടിവന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യാലയ ഗണപതിക്ക് നാളികേരവും ഉടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ഷീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ടി.കെ. ഗോപാലകൃഷ്ണൻ 4500 രൂപ അടച്ചാണ് നെയ്വിളക്ക് ഷീട്ടാക്കിയത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ദർശനം ശീലമാക്കിയ ഭക്തൻ കൂടിയാണ് വി.ഡി. സതീശൻ. സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും തനിക്ക് ചുറ്റും വലയം തീർക്കാൻ ശ്രമിച്ചപ്പോൾ ഭക്തരെ ബുദ്ധിമുട്ടിക്കണോ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ചോദിച്ചു. എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ ഭാവത്തിലായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ A.V. ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ O.B. അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പൊന്നാടണിയിച്ച് സ്വീകരിച്ചു. കെ. കരുണാകരനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകൻ ഡോക്ടർ അർജുൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മലപ്പുറം സ്വദേശിനി ഡോക്ടർ നിരോക്ഷയാണ് വധു. ഇന്ന് രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്നയുടനെയായിരുന്നു താലികെട്ട്. എ.പി. അനിൽകുമാർ പുതിയ UDF മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച തികയുന്നതിനിടയിലാണ് മകന്റെ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ റോജി എം. ജോൺ, വി.ഇ. അബ്ദുൾ ഗഫൂർ, കെ.എ. തുളസി, എം. ലിജു, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, MP മാരായ ഹൈബി ഈഡൻ, വി.കെ. ശ്രീകണ്ഠൻ, MLA മാരായ രമേശ് പിഷാരടി, N.K. അക്ബർ, പ്രൊഫസർ C. രവീന്ദ്രനാഥ്, I.C. ബാലകൃഷ്ണൻ, AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ തുടങ്ങിയവർ നവദമ്പതികൾക്ക് ആശംസകൾ നേരാനെത്തിയിരുന്നു. താലികെട്ടിനു ശേഷം ഹോട്ടൽ ഗോകുലം പാർക്കിൽ വിവാഹ വിരുന്ന് സൽക്കാരവും ഒരുക്കിയിരുന്നു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ തകർച്ചയ്ക്ക് പരിഹാരമായില്ല. കൈവരികളുടെ തകർച്ച വലിയ അപകട ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. മഴക്കാലമാവുന്നതോടെ ഇതിലൂടെയുള്ള കാൽനടയാത്രയും ദുസ്സഹമാകും. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്നത് പുനഃസ്ഥാപിക്കുവാൻ ഇനിയും നടപടിയായില്ല. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പട്ടാമ്പി പാലത്തിന്റെ തകർന്ന കൈവരികൾക്ക് പകരമായി പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് താൽക്കാലികമായ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. 2024 പാലത്തിന് മുകളിലൂടെ ഭാരതപ്പുഴ ഒഴുകിയപ്പോൾ പല കൈവരികളും തകർന്നിരുന്നു. ഇത് പുനഃസ്ഥാപിച്ചെങ്കിലും നിലവിൽ പലയിടത്തും കൈവരികൾ തകർന്ന അവസ്ഥയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് പാലത്തിലൂടെ പോയിരുന്ന വാഹനമിടിച്ചാണ് പടിഞ്ഞാറ് വശത്തുള്ള കൈവരി പൊട്ടിയിരിക്കുന്നത്. 2 ഇടങ്ങളിൽ കൈവരി ഒരു വശത്തേക്ക് ചെരിയുകയും ചെയ്തിട്ടുണ്ട്. ഇരുഭാഗത്തും ഇപ്പോൾ കമ്പി വെച്ച് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയാണ് സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. വീതി കുറഞ്ഞ പാലത്തിൽ 2 വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് ഇതിലൂടെ കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കൈവരികളുടെ തകർച്ച കൂടി നിലനിൽക്കുന്നത്. വീതി കുറഞ്ഞ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചാണ് പാലത്തിന് മുകളിലെ കൈവരി ഒരുക്കിയിട്ടുള്ളത്. ബലമില്ലാത്ത ഈ കൈവരികൾ തകരുമ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്താത്ത സ്ഥിതിയാണ്. സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളടക്കം നിരവധി പേർ ഇതിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്നുണ്ട്. മഴക്കാലമായാൽ അപകടം ഇരട്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തകർന്ന കൈവരികൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. മേലെ പട്ടാമ്പിയിലെ സിഗ്നൽ ലൈറ്റിന്റെ തകരാർ പരിഹരിക്കാത്തതിനാൽ ടൗൺ ഗതാഗത കുരുക്കിലമരുന്നു.
ദിവസങ്ങളോളമായി തകരാറിലായ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കാനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേലെ പട്ടാമ്പിയിലെ സിഗ്നൽ സംവിധാനത്തിന്റെ തകരാറ് പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിൽ അമർത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. ടൗണിൽ മണിക്കൂറോളമാണ് ഗതാഗതക്കുരുക്കിൽ യാത്രക്കാർ വലഞ്ഞത്. മേലെ പട്ടാമ്പി പാലക്കാട് റോഡിൽ സിഗ്നൽ സംവിധാനം തകരാറായില്ലിട്ട് ദിവസങ്ങളേറെയായി. 3 സിഗ്നൽ ലൈറ്റുകൾ കത്താത്ത സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. മേൽഭാഗത്തുള്ള ഒരു സിഗ്നലിന്റെ ലൈറ്റ് മാത്രമാണ് വാഹനം പോകുവാനും നിർത്താനുമായി കത്തുന്നത്. ഇതാണെങ്കിൽ യാത്രക്കാരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കാണുകയുമില്ല. പച്ച സിഗ്നൽ തകരാറിലായതോടെ കൂടുതൽ കുരുക്കിനിടയാക്കുകയാണ്. കമാനം ഭാഗത്തും വരുന്ന വാഹനങ്ങൾ മേലെ പട്ടാമ്പിയിൽ ചുവന്ന സിഗ്നൽ ലൈറ്റ് കണ്ട് നിർത്തിയിടും. പിന്നീട് പച്ച സിഗ്നൽ കത്തിയാലും യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതോടെ വാഹനങ്ങൾ മുന്നോട്ട് പോകുകയുമില്ല. ഇതോടെ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ഒരുമിച്ച് വരികയും കുരുക്കിൽ അകപ്പെടുകയുമാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ സിഗ്നൽ സംവിധാനം ഓഫാക്കിയ ശേഷം പോലീസുകാർ നേരിട്ടെത്തി വാഹന ഗതാഗതം നിയന്ത്രിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി മുതൽ ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെ വാഹനങ്ങളുടെ വലിയ നിര തന്നെയാണ് കഴിഞ്ഞ ദിവസം കാണാനായത്. സിഗ്നൽ ലൈറ്റിന്റെ ഈ തകരാറുകൾ ഉടൻ തന്നെ പരിഹരിച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. തൃത്താല മണ്ഡലത്തിൽ നേരത്തെ നെല്ല് സംഭരിച്ച മുഴുവൻ കർഷകർക്കും തിങ്കളാഴ്ചയോടുകൂടി PRS ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി VT ബൽറാം MLA അറിയിച്ചു. സപ്ലൈകോ അധികൃതർ ഇതു സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. MLA-യായി ചുമതലയേറ്റ ശേഷം വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആദ്യത്തെ ഔദ്യോഗിക യോഗത്തിലാണ് കർഷകർക്ക് ആശ്വാസമേകുന്ന ഈ തീരുമാനം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അധിക തൂക്കത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾക്കും യോഗത്തിൽ പരിഹാരമായിട്ടുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്യാരണ്ടിയോടെ കേരള ബാങ്കിന് കൂടുതൽ പണം അനുവദിക്കാനും അതുവഴി പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകി കർഷകരിലേക്ക് എത്രയും വേഗം തുക എത്തിക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടത്തി വരുന്നതെന്നും MLA പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിപ്തിയ, വിവിധ കൃഷിഭവനുകളിലെ കൃഷി ഓഫീസർമാരായ മുഫീദ നീതു, സൂര്യ, ബിഷാര, ആയിഷ, ശ്രീലക്ഷ്മി, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ എന്നിവരും അടിയന്തര യോഗത്തിൽ പങ്കെടുത്തു. കോർപ്പറേറ്റ് കടന്നുകയറ്റങ്ങൾക്കിടയിലും നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ ചെറുകിട കച്ചവടക്കാരെയും അവരുടെ പരമ്പരാഗത വ്യാപാര മേഖലയെയും സംരക്ഷിക്കാൻ ഒത്തൊരുമിച്ചുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. KVVES ആറങ്ങോട്ടുകര യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര ഭവനിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ബാബു കോട്ടയിൽ നിർവഹിച്ചു. എല്ലാ സർക്കാരുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളും കച്ചവടക്കാരനെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുക. നമുക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ യഥാർത്ഥ കാര്യം ഒന്ന് പരിശോധിക്കണം. നമ്മെ കച്ചവടക്കാരനെ സഹായിക്കാൻ ആരാ ഉണ്ടായത്? ഇപ്പൊ 2 പ്രധാനപ്പെട്ട ഇലക്ഷൻ കഴിഞ്ഞല്ലോ. പാർലമെന്റിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞു, അസംബ്ലിയിലേക്ക് ഇലക്ഷൻ കടന്നു. ശക്തമായ വാദമുഖങ്ങൾ നടന്നു, പലതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു. എനിക്ക് പ്രിയപ്പെട്ടത്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് വേണ്ടി നമ്മൾ പോരാടി ചത്തു, വാദിച്ചു ചത്തു. എന്നാൽ ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വ്യാപാരികൾക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ആരുണ്ട് ഇവിടെ? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല. യൂണിറ്റ് പ്രസിഡന്റ് AK അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ ആറങ്ങോട്ടുകര വ്യാപാര ഭവനിലെ കുഞ്ഞുണ്ണി നഗറിൽ നടന്ന യോഗത്തിൽ തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KVVES സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ER റെനിൻ റിപ്പോർട്ടും ട്രഷറർ VV പ്രശോഭ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം കോർഡിനേറ്റർ PI ഷബീർ, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. AK അബൂബക്കർ പ്രസിഡന്റ്, PI ലിയാസ് വർക്കിംഗ് പ്രസിഡന്റ്, ER റെനിൻ സെക്രട്ടറി, VV പ്രശോഭ് കുമാർ ട്രഷറർ, അഷ്റഫ് ദേശമംഗലം ഓഡിറ്റർ എന്നിവർ ഭാരവാഹികളായി 2026-2028 കാലയളവിലേക്കുള്ള പുതിയ 19-അംഗ ഭരണസമിതിയാണ് തെരഞ്ഞെടുത്തത്. പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. നമ്മൾ സ്വന്തം വീട് നിർമ്മിച്ച് അവിടെ കുടിയിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്കുണ്ടാവുക വെച്ചാൽ ആ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ചാലിശ്ശേരിയിൽ വിരമിക്കുന്ന SI-മാർക്ക് ജാഗ്രതാ സമിതി സ്നേഹയാത്രയയപ്പും ആദരവും നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ T അരവിന്ദാക്ഷൻ, N ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് ചാലിശ്ശേരി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച യാത്രയയപ്പ് നൽകിയത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ MN ബിജോയ് ഉദ്ഘാടനം ചെയ്തു.
ജാഗ്രതാ സമിതി അംഗം MK ബഷീർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഓഫീസർ T അരവിന്ദാക്ഷൻ, SI N ജ്യോതിപ്രകാശ് എന്നിവർക്ക് ജാഗ്രതാ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഭാസ്കരൻ, TP സക്കീർ, CM സജീവൻ, മോഹൻ മഞ്ചേരി, സുനിത, സെയ്ദ് മെൽക്കോ എന്നിവർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ASI KA രാമകൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ASI NK രാജീവ്, സ്റ്റേഷൻ ASIമാരായ ജനാർദ്ദനൻ, N പ്രമോദ്, CPO PS രഞ്ജിത്ത്, ബീറ്റ് ഓഫീസർ അബ്ദുൾ കരീം, ജാഗ്രതാ സമിതി അംഗം MP കബീർ, കാവ്യ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി അംഗങ്ങളായ TP സക്കീർ സ്വാഗതവും ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. SIമാരായ T അരവിന്ദാക്ഷൻ, N ജ്യോതിപ്രകാശ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും ഗ്രൂപ്പ് ഫോട്ടോയും സംഘടിപ്പിച്ചു. പരിപാടിക്ക് ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, സുനിത, നൌഷാദ്, ബേബി മേക്കാട്ടുകുളം, എഡ്വി, മുരളി, സുരേഷ്, ഹാരിസ്, AC ഗീവർ എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 വർഷത്തെ SSLC ബാച്ചിലെ സഹപാഠികൾ സ്കൂളിൽ ഒത്തുകൂടി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും ഒത്തുകൂടിയത്. പൂർവ്വ അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു. കൂട്ടായ്മ അംഗം കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിലായിരുന്നു സംഗമം ആരംഭിച്ചത്. പൂർവ്വകാല അധ്യാപകൻ ജോസഫ് അനുഭവങ്ങൾ പങ്കുവച്ചു. കൂട്ടായ്മ അംഗവും പോലീസ് ഉദ്യോഗസ്ഥനുമായ പ്രദീപ്, ചിത്ര, ദുർഗ, ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങൾ പൂർവ്വകാല ഓർമ്മകൾ പങ്കുവച്ചു. പഠിച്ച വിദ്യാലയത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും സംഗമത്തിൽ ചർച്ചയായി. ശരിക്കും വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിനോടുള്ള ഇവർ ഒരു 3-4 പേരാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന കുറേ മുന്നേ, ഒരു 4-5 മാസം മുന്നേ അവർ ആ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും കണ്ടൊരു സന്തോഷമായിരുന്നു. കാരണം സ്കൂളിനോട് അത്രയും സ്നേഹവും ആ പഠിപ്പിച്ച സാറന്മാരുടെ പേരുകൾ അവരുടെ ഓരോ അനുഭവങ്ങളും ഇങ്ങനെ വരികയും ശരിക്കും എനിക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു. അതും വളരെ പ്ലാൻഡായി ചിട്ടയോടുകൂടി ഇത്തരത്തിലൊരു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പകശ്ശേരി 4-ാം വാർഡിലെ ഓടുപാറക്കുന്ന് അംഗനവാടിയിലെ പ്രൈമ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ഇരുമ്പകശ്ശേരി സ്കൂളിൽ നടന്ന യോഗം VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിപിലേഷ് അധ്യക്ഷനായി. ചടങ്ങിൽ MLA പ്രൈമ ടീച്ചറെ ആദരിച്ചു. അംഗനവാടിക്ക് സൗജന്യമായി സ്ഥലം നൽകിയ PP ചാമി, മുൻകാലങ്ങളിൽ അംഗനവാടിയിൽ ജോലി ചെയ്ത ടീച്ചർമാർ, ഹെൽപ്പർ, കെട്ടിട നിർമ്മാണത്തിന്റെ ചെയർമാനായിരുന്ന കുമരവേൽ എന്നിവരെയും ആദരിച്ചു. വാർഡ് മെമ്പർ റെനിൽ എട്ടടിയിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷർമിള, ബ്ലോക്ക് മെമ്പർ രവി പ്രകാശ്, മെമ്പർമാരായ രാജഗോപാൽ, P ജിഷ ജയൻ, MP ദാരുവൻ, മുൻ മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി തിളക്കത്തിൽ. 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ മുറ്റം കട്ടവിരിച്ച് മനോഹരമാക്കി. ജനകീയ പങ്കാളിത്തത്തോടെയാണ് സ്കൂൾ മുറ്റം കട്ടവിരിക്കൽ പൂർത്തിയാക്കിയത്. മെയ് 16-ന് ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അതിവേഗം പൂർത്തിയാക്കിയത്. ഗ്രാമവാസികൾ, വ്യാപാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൈത്താങ്ങുകളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തായത്. അപകടാവസ്ഥയിലായിരുന്ന പഴയ ഓഡിറ്റോറിയം മാറ്റി ഏകദേശം 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ നടത്തിയത്. 470ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യേതര രംഗങ്ങളിലും മുന്നിലാണ്. കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, CCTV സംവിധാനം, സൗണ്ട് സിസ്റ്റം, പുതിയ ഓഡിറ്റോറിയം, കുട്ടികൾക്കായുള്ള പാർക്ക്, ശീതീകരിച്ച ക്ലാസ് മുറികൾ തുടങ്ങിയ വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ E ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത്, KK മുരളി, ഷർഫു, മുത്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് 15 കടുകശ്ശേരിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തി. വാർഡ് മെമ്പർ MG സരിത ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത അധ്യക്ഷയായി. MLSP നിഷ, ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, ക്ലബ് അംഗങ്ങൾ, ക്ലബ് സെക്രട്ടറി CP രാജൻ, തൊഴിലുറപ്പംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.